അവഗണനയാണ് ആത്മാക്കൾ കാണിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ആത്മാക്കളുടെ നന്ദിഹീനതകളുടെയും അവഗണനകളുടെയും കയ്പുനീര് മാത്രമാണ് എൻ്റെ ഹൃദയം അനുഭവിക്കുന്നത്. അവർക്ക് എല്ലാത്തിനും സമയമുണ്ട്. എന്നാൽ കൃപകൾക്കായി എൻ്റെ അടുത്ത് വരാൻ മാത്രം അവർക്ക് സമയമില്ല. പിതാവായ ദൈവത്തിൻ്റെ നീതിക്ക് മുൻപിൽ അവർ ലോകത്തിനു വേണ്ടിയുള്ള ഒരു പ്രതിരോധവും കരുണ ലഭിക്കാനുള്ള മാർഗവുമാണ്. ഈ ആത്മാക്കളുടെ സ്നേഹവും ത്യാഗവുമാണ് യേശുവിന്റെ മുമ്പിൽ നമുക്ക് അടിയറ വയ്ക്കാം. നമ്മുടെ ജീവിതത്തെ മുഴുവനും നമ്മുടെ സമസ്ത വസ്തുവകകളെയും എല്ലാം നമുക്ക് അവിടുത്തെ തിരുമുമ്പിൽ അടിയറ വയ്ക്കാം. നമ്മുടെ ജീവിതത്തിന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന നല്ല ഈശോയുടെ തിരുമുമ്പിൽ നമുക്ക് സ്നേഹത്തോടെ നന്ദിയോടെ നമുക്കായിരിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമ്മെ മുഴുവനും നമ്മുടെ കുടുംബത്തെയും നമുക്കുള്ളതും ഉള്ളും എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവനെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത് നിന്റെ പാപം എത്ര വലുതാണെങ്കിലും അതിനേക്കാളും ഉന്നതമാണ് എന്റെ കരുണ. ഈശോ തിരുവചനത്തിൽ പറയുന്നു, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയ. കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം ഉപസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും. കരുണ
ഉന്നത